ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒരു കാര്യം പോലും നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ശബരിമലയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അതിനകത്ത് തന്ത്രി കൂടി അറിയണം. അപ്പോൾ ഇത്തരത്തിലൊരു ശബരിമലയിൽ വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ള നടന്നിട്ട് താനൊന്നും അറിഞ്ഞിട്ടില്ല, തനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് തന്ത്രി അങ്ങ് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാനായിട്ട് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് കടന്നത്. SITക്ക് ഹൈക്കോടതി 6 ആഴ്ച സമയം നീട്ടിക്കൊടുത്തിട്ട് അധിക ദിവസമായില്ല. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അതിനിർണായകമായിട്ടുള്ള തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഇപ്പോൾ SIT കടന്നിട്ടുള്ളത്. എന്തായാലും 14 ദിവസത്തെ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വേണം SITക്ക് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്കുള്ള ബന്ധമാണ്. കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് എങ്ങനെ സ്പോൺസറായി മാറിയതിനു ശേഷം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഇത്തരത്തിൽ വലിയ സ്വാധീനമുണ്ടായി, അതിന് തന്ത്രിയുടെ പങ്കെന്താണ്? അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇവർ തമ്മിൽ ഇത്രയും അടുത്ത ബന്ധമുണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, ഇവർ തമ്മിൽ മറ്റെവിടെയെങ്കിലും യാത്രകൾ നടത്തിയിട്ടുണ്ടോ, അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത്.